പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്നത് കർത്താവെ. കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിൽ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസനത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല, എന്നാലും കേൾക്കാത്തവരുണ്ടാവും. ഒരു മരിയൻ ഡിവോഷൻ അല്ലെങ്കിൽ മരിയൻ ഡിവോട്ടി, മാതാവിൻ്റെ വത്സല ഭക്തൻ അങ്ങനെ ഭക്ത, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ കൊണ്ടത് ചെയ്യിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഇനി അമ്പലപ്പുഴ പള്ളിയിൽ പണ്ട് വികാരിയായിരുന്ന കാര്യം ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരനുഭവം എന്ന് പറയുന്നത്, അവിടെ അമ്പലപ്പുഴ നമ്മൾക്ക് വീട്ടുകാരൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് പാവത്തുങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുന്നൊരു പ്രോജക്റ്റ് ഈ പീറ്റർ പിതാവിൻ്റെ കാലത്ത് ചെയ്തതാണ്. ഒരു 2 ഏക്കർ സ്ഥലം അവിടെ വാങ്ങിച്ച് അവിടെ 42 വീടുകൾ ചെയ്ത് വീടില്ലാത്തവർക്ക് ഒരു പുനരധിവാസ പദ്ധതി. അപ്പം അന്നിരുന്ന ആൾക്കാർ, ഉപദേശകർ, ഇങ്ങനെ കൺസൾട്ടേറ്റീവ് ബോഡി ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞ് ഇവരുടെ പേരിലിത് കൊടുത്താൽ ഇവർ വിറ്റുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിതാവ് ആരുടെയും പേരിൽ കൊടുത്തില്ല. കാരണം വീടില്ലാത്തത് കൊണ്ട് അവർക്ക് വീട് സ്ഥലവുമായി, പക്ഷെ അവരുടെ പേരിൽ കൊടുത്തില്ല. കാര്യം അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും കിട്ടണില്ല. കാരണം വീട് സ്ഥലം അവരുടെ പേരിലല്ലല്ലോ. അപ്പോൾ അവിടെ സെപ്റ്റി ടാങ്ക് പോലും നന്നാക്കാനുള്ള വല്ല പ്രോജക്റ്റൊക്കെ വന്നാലും പഞ്ചായത്തിൽ നിന്ന് തള്ളിപ്പോവും. വീട് അവിടെ പേരിലല്ലെന്ന് പറയും. കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ നിയമം എടുത്ത് അവരെ ഒഴിവാക്കണമെന്നാണ് കാണുന്നത്. കാര്യം അവർ പലരും ആ നാട്ടുകാരല്ലല്ലോ, പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു വിഷയമാണ്. അപ്പം ഇവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഈ 16 കൊല്ലം ഒരു കീറാമുട്ടി പോലെ കിടക്കേണ്ട സംഭവം. എനിക്ക് തോന്നിയത്, അപ്പം അന്ന് ഈ സാഹിത്യ അക്കാഡമിയിലൊക്കെ പഠിക്കണ കാലമാണ്. ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നിട്ട് അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള സാഹിത്യ അക്കാഡമി പഠിക്കുക. അപ്പം അമ്പലപ്പുഴയിൽ നിന്ന് പോയി വരാൻ എളുപ്പമായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ പള്ളി അടച്ചിട്ടേക്കും മാതാവ് അൽത്താരയിലാണ് ഇരിക്കുന്നത്. അൽത്താരയിൽ നിന്ന് നമുക്ക് നോക്കി കുറേ ദൂരമുണ്ട്. അത് കാരണം ഞാൻ എന്നാ വെച്ചാൽ, എനിക്ക് പോകുമ്പോൾ അമ്മയോട് സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പള്ളിയുടെ അകത്ത് തന്നെ, നമ്മൾ ആനവാദിക്ക് തന്നെ അകത്ത്, പള്ളിയുടെ അകത്ത് തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് മാതാവിന് രൂപം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അകത്തറിയുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഷ, അതിൻ്റെ ഭക്തിയുടെ ദൈവസ്നേഹത്തിൻ്റെ ഭാഷയെല്ലാം ദൈവം വളരെ റെവറൻസോടെയാണ് എടുക്കുന്നത് ശരിക്കും. എന്നുവെച്ചാൽ മാതാവിനെ ഞാൻ കാണുന്നു, ഞാൻ രാത്രിയാണത് വരുന്നതെന്നുണ്ടെങ്കിൽ രാത്രി അമ്മയടുത്ത് വന്ന് നിൽക്കുന്നു.
അന്നത്തെ കാര്യം പറയുന്നു, നന്ദി പറയുന്നു, പോയി കിടന്നുറങ്ങുന്നു. രാവിലെ എവിടെയെങ്കിലും അത് രാവിലെ വർക്കുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ മലാവിൻ്റെ അടുത്ത് പോയി. ഒരു ദിവസം ഞാൻ കൊടിമരത്തിങ്ങയിൽ ഇങ്ങനെ ഇരുന്ന് കൊന്തേരിയപ്പോൾ മലാവിൻ്റെ പള്ളിയുടെ വാക്കിലെ കൊടിമരത്തിന് മലാവിനെ നോക്കിക്കൊണ്ട് അവിടെ മതാവതിരിപ്പുണ്ടല്ലോ, ജെല്ലം തുറന്ന് കിടക്കുകയാണ്. കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ കോടനിക്കാരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സക്കറിയ 10:1 വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. പതിനൊരു കാലവശം സമാധാനം ഉണ്ടാകുന്ന കേസ് അല്ലത്. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാരണം, ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തത് ഞാൻ ആ കൊടിമരത്തിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി ഒരു 4 രഹസ്യം കഴിയുമ്പോൾ അവസാനത്തെ 10 രഹസ്യമുണ്ട്. 10 എന്ന് പറഞ്ഞ പറയില്ല, 5-ാം രഹസ്യം. 5-ാം രഹസ്യത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിലിഴഞ്ഞ് ചെല്ലും. ഞാനങ്ങനെ എത്ര കാലം ഇഴഞ്ഞ് ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറേ നാളൊക്കെ ഇഴഞ്ഞ് ചെല്ലും. 2 കൊല്ലമെങ്കിലും അത് ഇഴഞ്ഞ് ചെന്ന് കാണും. 2ാമത്തെ കൊല്ലം ഒരു ദിവസം ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ആധാരം എടുത്തുകാരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് ശിവൻ പിതാവ് പറഞ്ഞ്, ഇത് ഉണ്ണിയാണ്, ഇയാൾക്ക് ആ ജനങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ എന്ന സ്ഥലം അവർ വിട്ടുകൊണ്ട് പോകാത്ത രീതിയിൽ ക്ലോസ് വെച്ച് എഴുതാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പിതാവ് ഞാനും കൂടി ഇയാളെ കൊണ്ട് അത് പറയിപ്പിച്ച് നോക്കി. അയാൾ എഫിഷ്യൻ്റ് ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ പേരില്ല, സ്ഥലവും വീടും അവരുടെ പേരില്ല. അവർ പണം മുടക്കി അവരുടെ പേരിലാക്കുകയാണ്. അവർക്ക് വിൽക്കാൻ പറ്റില്ല. അത് നല്ല ക്ലോസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചാലേ, ഈ എല്ലാത്തിനും പോംവഴികളുണ്ട്. ശരിക്കും എല്ലാത്തിനും പോംവഴികളുണ്ട്. ഒരു വിതിൻ 2 ആഴ്ച കൊണ്ട് ആ പറമ്പുകളെല്ലാം അവരുടെ പേരിലാക്കി കൊടുത്തു. 2 ആഴ്ച കൊണ്ട്. അതായത് ഞാനത് മനസ്സിലാക്കിയത്, വഴിയില്ലാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേത് സീരിയസ് ആണ് ഈ വിഷയത്തിലെന്ന് ദൈവത്തിന് തോന്നണം. അല്ലാതെ ഒരു ചുമ്മാ ഈ ഒരു കാട്ടിക്കൂട്ടി ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള തൊട്ടുകൂട്ടി പ്രാർത്ഥനകളില്ലേ, ഈ തൊട്ടുകൂട്ടി പ്രാർത്ഥനകളൊന്നും നമ്മുടെ യഥാർത്ഥ അതൊന്നും രജിസ്റ്റർ പോലും ആകത്തില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആകത്തില്ല ശരിക്കും. ഇന്ന് തന്നെ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറയണത്, ഇന്നലെ സാക്ഷ്യം പറഞ്ഞപ്പോൾ, ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എന്താണ് പറയണമെന്ന് അവർക്ക് സാക്ഷ്യം പറയണേ. ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ചെയ്യണ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഇപ്പോൾ സാധാരണ പ്രാർത്ഥനക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധവും അർപ്പണ മനോഭാവം ഉണ്ടാകണം. എന്നാൽ പിന്നെ ഏത് ഊരാ കൊടുക്കുകയാണെങ്കിലും മാതാവ് അഴിച്ച് കയ്യിൽ തരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ലോർഡ്, എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 28/1/2020 എൻ്റെ പേര് ആനി ബിജു. ഞാൻ സാക്കിനാക്ക മുംബൈ മേരി മാതാ ചർച്ചാണ് എൻ്റെ ഇടവക. ഞാൻ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത്. ഇതെൻ്റെ 6ാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കലും. ഞാൻ എല്ലാ വർഷവും വരുമ്പോഴും എനിക്കൊരു സാക്ഷ്യം
എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് തരാറുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോഴും എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ അമ്മ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്കെപ്പോഴും ഒരു സാക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എനിക്ക് ലഭിക്കാറുണ്ട്. അതിന് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച സാക്ഷ്യമാണ് പറയുന്നത്. ഒരിക്കലും എന്നെക്കൊണ്ട് നടക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് കർത്താവ് എനിക്ക് നടത്തി തന്നിരിക്കുന്നത്. ഞങ്ങൾ മുംബൈയിൽ ഞാൻ 2 വർഷം മുമ്പ് ഉടമ്പടി വെച്ച കാര്യമാണ്. പക്ഷേ ഞാൻ മറന്നുപോയി. കാരണം വെച്ചാൽ എനിക്ക് സാധിക്കാത്ത കാര്യമാണ്. അച്ഛൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത കാര്യം വേണം, പറ്റാത്ത കാര്യം വേണം വെക്കാനെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെറുതെ ഞാൻ വെച്ച് പോയതാണ്. പിന്നെ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചില്ല, കാരണം എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ എല്ലാം ചേട്ടൻ പോയി കണ്ട് വീഡിയോ ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിത് എങ്ങനെ വാങ്ങിക്കും? കാരണം ലക്ഷങ്ങളല്ല, കോടികൾ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം ഈശോയുടെ മാതാവിനോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നടക്കും? പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു, ഈശോ നിൻ്റെ കയ്യിൽ ഒത്തിരി സമ്പത്തുണ്ട്, കുറച്ച് എനിക്ക് തന്നൊന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? അമ്മേ, ഈശോയോട് പറഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ഞാൻ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തീരുമാനം എടുത്ത് വാങ്ങിക്കാമെന്ന്. അപ്പം 50 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് ഞങ്ങളുടെ കയ്യിലില്ല. ചേട്ടൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ പോയിരുന്നത് ഫ്ലാറ്റ് കാണാൻ. അപ്പോൾ ആളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുവാണ്, ഞങ്ങൾക്ക് അതിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം ആൾ പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിഞ്ഞ് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ കയ്യിൽ നിനക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ക്യാഷുണ്ട്, ഞാനത് നിനക്ക് തരാം, നീ എനിക്കത് 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, 1 മാസം കഴിഞ്ഞ് ചേട്ടാ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ്, അതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ഓൾട്ടറുണ്ട്, മാതാവിൻ്റെ ഈശോയുടെയൊക്കെ രൂപം ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് പോയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കൊരു 2 മാസത്തേക്ക് അവധി തരണം. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിരുന്നു, അതിൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് വിൽക്കണം. അപ്പം എന്നിട്ട് വേണം അയാൾക്ക് സഹോദരന് കാശ് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 മാസത്തെ അവധി ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആൾ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, മടക്കി തന്നാൽ മതി എന്നും. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തു. അന്നേരം എൻ്റെ മനസ്സിൽ ആശങ്കയാണ്, ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഈശോയെ നീ എന്നെക്കൊണ്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിക്കുന്നുവെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ തോന്നിച്ച്, നിനക്ക് എങ്ങനെ അറിയാമായിരുന്നു ആളുടെ കയ്യിൽ കാശുണ്ടെന്നും ആൾ നിന്നെ സഹായിക്കുമെന്ന് എങ്ങനെ നിനക്കറിയായിരുന്നു? നിൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു ആൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ആളെയും കൂട്ടി ദൈവം ആ ഫ്ലാറ്റ് കാണാൻ നിന്നെ വിട്ടതെന്നും. അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ ലോൺ എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഇസ്രയേലി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ബാങ്കിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ ലോൺ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എങ്കിലും മാഡം ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ തരില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അന്നേരവും ഞാൻ പോയി ഇതുപോലെ മുട്ടുകുത്തിന്ന് കൈവരിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ നീ എന്നെ സഹായിക്കണം, നാണം കെടുത്തരുത്. നിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നവരെ മറ്റുള്ളവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ നീ സമ്മതിക്കത്തില്ല എന്ന് എനിക്കറിയാം. നിൻ്റെ കൈ ഞാൻ പിടിച്ചിരിക്കുവാണ്, ആ കൈ വിടുവാൻ എന്നെ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മാഡം പിന്നെ പോയി നേരിട്ട് സംസാരിച്ചപ്പം അവർ ഓക്കെ പറഞ്ഞ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആനി നിങ്ങൾക്ക് ലോൺ തരാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഉടമ്പടിയിലെ വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അത് അയച്ചു കൊടുത്തത്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേഗം ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വേഗം ഞങ്ങൾക്ക് നടത്തി തന്നു. അത് പിന്നെ ഒന്നെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പം
ഞങ്ങൾക്ക് ഇനിയും 15 ലക്ഷം രൂപയും കൂടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുത്താലേ അത് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സംസാരിക്കാനായിട്ടും എഗ്രിമെൻ്റ് പേപ്പർ ഞങ്ങൾ സൈൻ ചെയ്യാനായിട്ട് പോയപ്പം അവർ പറഞ്ഞു 15 ലക്ഷം കൂടെ കൊടുക്കണമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇപ്പം തരാനില്ല, 1 മാസം കൂടെ അവധി പറഞ്ഞ്. അപ്പം ഞാൻ അതിനു മുമ്പ് അവിടെ ചെന്നിരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ ഒരു നമ്മുടെ ഉടമ്പടി തൈലമായ ഉപ്പ് കൈ പിടിച്ചുകൊണ്ടാണ് ആ മേശപ്പുറത്ത് വിതറിയിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് അവിടെ ഇരുന്നത്. അപ്പം ആൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഓക്കെ സമ്മതിച്ചു, 1 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, പക്ഷേ ഇപ്പം ഞാൻ രജിസ്ട്രേഷൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടി ഫ്ലാറ്റ്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വെക്കേഷൻ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് അവിടെ യുദ്ധമുണ്ടാകുന്നത്. എയർപോർട്ട് അടച്ചിട്ടുള്ള ഒരു യുദ്ധം അന്ന് വരെ ഉണ്ടായിട്ടില്ല. യുദ്ധമുണ്ടെങ്കിലും അതുപോലെ ഭീകരമായിട്ടുള്ളൊരു ഇത് ഉണ്ടായിട്ടേ ഇല്ല. അപ്പം എൻ്റെ എംപ്ലോയറിൻ്റെ ഫാമിലി വിളിച്ചു പറഞ്ഞു, ആനി നിനക്ക് വരാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്ക് ജൂലൈ 2-ാം തീയതി ആയിരുന്നു ടിക്കറ്റ്. അതിന് മുമ്പുള്ള ആരാധനയിൽ സൺഡേയിൽ ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ പാസ്പോർട്ട് കാണിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഞാനെടുത്ത ടിക്കറ്റിൻ്റെ ഡേറ്റിൽ തന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റണം. ഇതിൽ ഞാൻ മുംബൈയിൽ നിന്നാണ് വന്നതെന്ന് ആരാധന കൂടാൻ. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ട്രംപ് ഇതിലിടപെടണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആനി ട്രംപ് ഇടപെട്ടു, യുദ്ധം ഇന്ന് 7:30 അവസാനിക്കുവാന്ന് പറഞ്ഞു. പ്രേസ്തലോട് ദൈവനാമത്തിന് മഹത്വം. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ഞങ്ങൾക്കവിടെ ഒരു ഗ്രൂപ്പുണ്ട്, കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവരുടെ. അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അലസമായിട്ട് എഴുന്നേക്കാറില്ല, കൂടാറില്ല. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഇപ്പം ഞാനിങ്ങനെ ഓർത്ത് ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ കർത്താവേ എന്താണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പം എൻ്റെ മനസ്സിൽ അന്ന് തോന്നിച്ചതെന്ന് പറഞ്ഞാൽ ഉടമ്പടി മോശയുടെ കയ്യിൽ വടിയാണ് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ അതെന്താ, അതിനെക്കുറിച്ച് നീ എന്താ പറയുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സിലാണ് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പുറപ്പാട് വായിക്കാൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പുതുക്കാൻ വന്നിരുന്നപ്പോൾ ഞാൻ അതിങ്ങനെ ചിന്തിച്ച് ഞാൻ ബൈബിള് തുറന്നപ്പം പുറപ്പാട് 4 മോശയുടെ കയ്യിലെ വടി. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്ന കാര്യം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ വടി മോശ കയ്യിലെടുത്ത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കർത്താവിൻ്റെ വാക്ക് പാലിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അതുമൂലം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരും. അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ 2024 അച്ഛൻ്റെ ധ്യാനം ഇസ്രായേലിലുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്കവിടെ യുദ്ധത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ധ്യാനത്തിൻ്റെ ദിവസം പോകുന്ന ദിവസം രാവിലെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മിസൈൽ വന്നു വീണു ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ എനിക്ക് പോകാൻ പറ്റത്തില്ല, ഇവരെന്നെ വിടില്ലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണമേ, എന്നെ ഇവർ വിടണേ. ഞങ്ങൾ പോയി. അന്ന് അവർ ലക്ഷ്യം വെച്ചിരുന്നത് തിബേരിയാസിനെയാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റി. അവിടെ അച്ഛനെ കാണാം എന്നുള്ള ഒരു ഇതിലല്ല, ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടണമെന്നുള്ള ആഗ്രഹത്തിലോടുകൂടിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അവിടെ കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഗ്രൂപ്പായിട്ടാണ് 10 പേരെ വെച്ചിട്ട്. അപ്പോൾ 10 പേരെ കയറ്റി കഴിയുമ്പോൾ ഒരാൾ കൂടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി മുന്നോട്ട് ചെല്ലുന്നു. അങ്ങനെ ഞാൻ കടന്നു ചെന്നു. വിജയകുമാർ ബ്രദറായിരുന്നു കൗൺസിലിംഗ് ചെയ്യാനായിട്ട് വന്നത്. അപ്പം ഞങ്ങളോട് എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പം എനിക്ക് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ എനിക്ക് കരച്ചിലാണ് വന്നത്. കാരണം എൻ്റെ പപ്പ മരിച്ചിട്ട് 3-4 മാസമേ ആയിട്ടുള്ളായിരുന്നു. അത് എനിക്ക് ഒരു തീരാ ദുഃഖമായിരുന്നു. കാരണം
എൻ്റെ ജീവിതത്തിൽ എല്ലാവരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു മാറ്റം വേണം. അച്ഛൻ്റെ ആരാധനയിലൂടെ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം, സൗഖ്യം കിട്ടും, ഇതിൽ നിന്ന് എനിക്ക് പറ്റുമെന്ന് എനിക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ പറ്റത്തില്ല എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, ഈ കൂട്ടത്തിൽ 2-3 മാസം മുമ്പ് വീട്ടിലൊരു മരണം നടന്നിട്ട് അതീവമായി ദുഃഖിക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാനാന്ന് പറഞ്ഞു. അപ്പം ബ്രദർ പറഞ്ഞു, മോളെ നിന്നെ കർത്താവ് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഒരാൾ എൻ്റെ അടുക്കൽ വന്ന്, ഈശോയെ പോലെ തന്നെ മുടിയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഉള്ള ഒരാൾ എൻ്റെ ഇങ്ങനെ തോളത്ത് തൊടുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ആ മോളെ നിന്നെ കർത്താവ് തൊട്ടു എന്ന് പറഞ്ഞു. ആ ധ്യാനം കൂടിയതോടുകൂടി അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ആ ഒരു പപ്പ മരിച്ചതിൻ്റെ ആ ഒരു വിഷം, അങ്ങനത്തെ ആ ഒരു ദുഃഖം എന്നിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി. അതെനിക്ക് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനിലേക്ക് ഞാൻ പോവുമായിരുന്നു. പക്ഷേ ദൈവം എന്നെ അതിനനുഗ്രഹിച്ച്. അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. കൈവെപ്പ് ശുശ്രൂഷയിൽ അച്ഛനാണെങ്കിൽ എന്നിട്ട് ഞങ്ങൾക്ക് കാശുരൂപം തരുന്ന സമയത്ത് തല കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ കവിളത്ത് തട്ടി ചിരിച്ചു. അപ്പോൾ ഈശോ എന്നെ നോക്കി ചിരിക്കുന്നോട്ടാണ് എനിക്ക് തോന്നിയത്. 5 പ്രാവശ്യമാണ് എനിക്ക് അവിടെ വെച്ച് ബ്ലെസ്സിങ് കിട്ടിയത് അച്ഛൻ്റെ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം ഞാനിവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നപ്പോൾ അച്ഛനിവിടെ മുട്ടുകുത്താൻ പറഞ്ഞു. അത് ഞാൻ മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. പക്ഷേ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി, പക്ഷേ അത് ഏത് ലാംഗ്വേജാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വേറൊരു ലാംഗ്വേജിലാണ് ഞാനത് ചൊല്ലി തീർത്തത്. അത് ഞാൻ അച്ഛനെ അന്ന് കണ്ടതെന്ന് വെച്ചാൽ എന്തിനാന്ന് വെച്ചാൽ എനിക്കൊരു ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അച്ഛനെ കാണുന്നതിന് മുമ്പ് എനിക്കത് വേദനയും ഇങ്ങനെ സൂചി കുത്തുന്ന തൊട്ട് കുത്തി വലിക്കുന്ന വേദനയുണ്ടായിരുന്നു. പക്ഷേ അതിൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തിയെന്ന്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം യൂട്യൂബിൽ കൂടെ അച്ഛൻ്റെ ആരാധന കൂടുകയും പിന്നെ ഡെയിലി ബ്രെഡ് കൂടുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പലരെ കൊണ്ടും ഉടമ്പടിയെക്കുറിച്ച് പറയുകയും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ച് പറയുക, അവരെ കൊണ്ട് അത് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പുറത്തു പോയി എനിക്കവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പം മാസത്തിൽ ഞങ്ങൾ അനാഥാലയങ്ങളിലേക്ക് ഭക്ഷണത്തിനുള്ള ക്യാഷ് ഞാൻ സെൻഡ് ചെയ്യാതെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, രാവിലെയും വൈകുന്നേരവും ഞങ്ങളവിടെ അതിൽ പ്രെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി ഞങ്ങളൊരു ചെറിയ തുക ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പ്രെയർ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാം മെയ് മാസവും ഒക്ടോബർ മാസവും 1001 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇവിടെ ജപമാല റാലി നടക്കുന്ന ദിവസം ഞങ്ങൾ രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ മുറിയാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോപ്പായ്ക്കും ഒരു കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത് ഒരു തീക്കനലുമായി എൻ്റെ അടുക്കിലേക്ക് പറന്നു വന്നു.
അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു. ആനി ബിജു എന്ന ഈ സഹോദരി ഇസ്രായേലിൽ നിന്ന് ഒരു യുദ്ധക്കെടുതിയിൽ നിന്നാണ് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷിയായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഈ സഹോദരിയുടെ 6ാമത്തെ സാക്ഷ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ മകൾക്കൊരു നല്ല ആധ്യാത്മിക ആസ്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരവസ്ഥയിലും ഉടമ്പടി എന്താണെന്ന് കൃത്യമായി ഈ മകൾക്ക് മനസ്സിലായിട്ടുണ്ട്. മോശയുടെ വടി എന്താണ്, അതുപോലെയാണ് ഉടമ്പടി. ആ വടിയെടുത്താൽ, ഈശോയെ നോക്കിയാൽ എല്ലാം തന്നെ എനിക്ക് സാധ്യമാണ് എന്ന് ഈ മകൾക്ക് ഏറ്റു പറയാൻ മാത്രമുള്ള വിശ്വാസവും വിശ്വസ്തതയും വിശുദ്ധിയും ഇന്ന് ഈ മകൾക്ക് കൈവന്നിരിക്കുകയാണ്. സമയച്ചുരുക്കത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ സൗഖ്യവും സമാധാനവും അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ വളരെയധികം കാത്തിരുന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾക്ക് കൂടി നന്ദി പറയുകയാണ്. മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ചും മകളുടെ സാധ്യതകളെക്കുറിച്ചും 2 വർഷമായിട്ട് അവർക്കൊരു ഫ്ലാറ്റ് മേടിക്കണമെന്നുള്ള ആഗ്രഹം എഴുതി മറന്നുപോയതാണ്, ഒരു നിയോഗം എഴുതി മറന്നുപോയതാണ്. പക്ഷെ സമയത്തിൻ്റെ പൂർത്തിയിൽ ഈശോ ആഗ്രഹം സാധിച്ച് ലോൺ എടുക്കാൻ പോലും സാധിക്കുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ ഇസ്രായേൽ യുദ്ധം നടന്നിരുന്ന സമയത്ത് ഈശോ എങ്ങനെയാണത് സാധ്യമാക്കി കൊടുത്തതെന്ന് മകൾ വളരെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഈശോ പറയുന്നു, നീ നിറച്ചളന്ന് അമർത്തിക്കുലുക്കി നിനക്ക് മടിയിലേക്ക് ഇട്ടുതരുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. സുവിശേഷങ്ങളിൽ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് അത് തിരിച്ചു കിട്ടുന്നത്? എനിക്ക് ദാഹിക്കുകയും വിശക്കുകയും നഗ്നനായി കാണുകയും എല്ലാം ചെയ്തപ്പോൾ ഈ ചെറിയവരിൽ നീ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് തന്നെയാണ്, നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ പോലും ഒരു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലായിരുന്നു. 23-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. അങ്ങനെ ഒരു വലിയ ഉറപ്പിലാണ് നീ മകൾ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മകൾ ശക്തമായി പ്രാർത്ഥിച്ചു. യുദ്ധം ഒന്ന് നിർത്തിവെക്കുവാൻ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരടയാളം യുദ്ധം ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നുള്ള അവിടുത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രഖ്യാപനം കേട്ടതായും മകൾ അറിയിക്കുകയാണ്. നാം എന്തുതന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ഈശോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നു എന്നതിലപ്പുറം ഞാൻ ഈശോയോട് കൂടെ ആയിരിക്കുന്നു എന്ന് ആനി ബിജുവിനെന്ന് പറയാൻ സാധിക്കുന്നത് ഉടമ്പടിയുടെ ആസ്തിയാണ്. ആനി ബിജുവിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തന്നെ ഇനി പരിശുദ്ധ ബലിവേദിയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാനും 1000 നന്ദി. എൻ്റെ പേര് ടിൻസി. ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് മേരീസ് ബസിലിക്ക ഇടവങ്കാണ്. ഞാൻ ഇവിടെ 2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. പക്ഷേ എൻ്റെ അമ്മ 2019 തൊട്ട് ഉടമ്പടി എടുത്തിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അമ്മ ഏറ്റവും പ്രാധാന്യമായിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം എൻ്റെ പഠനത്തോടൊപ്പം എനിക്കൊരു ജോലിയുമായിരുന്നു. 2020 BSc സുവോളജി ഞാൻ പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് എനിക്ക് മുൻപോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ടൊരു വഴി പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. ആ ഒരു അവസ്ഥ അനുഭവിച്ച ഒരുപാട് പേര് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പഠിക്കണം, ഒരു കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അത് ജോലി ഇല്ലാതിരിക്കേണ്ടി വരുമോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിട്ടോണ്ടിരിക്കുന്ന സമയമായിരിക്കും ഓരോ പിള്ളേരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യണം എന്നെനിക്കറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത്, ഓക്കെ എടി നമുക്കൊരു കാര്യം ചെയ്യാം, MHA എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, നമുക്ക് അത് പോയി അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പം ഈ സമയത്തൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. അതേ തുടർന്ന് ഞാൻ MHAക്ക് വേണ്ടിയിട്ട് പോയി ആപ്ലിക്കേഷൻ ഇട്ടുവെങ്കിലും എനിക്ക് മനസ്സിൽ ആർമി എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം ആർമിക്ക് പോകണോ അതോ, രണ്ടിടത്തും ഞാൻ ഒരേ സമയം ആപ്ലിക്കേഷൻ ഇട്ടു. ഒന്നെങ്കിൽ ആർമിക്ക് പോകാം, ഇല്ലെങ്കിൽ MHA എന്നുള്ള കോഴ്സിന് എടുക്കാം.
പക്ഷേ എല്ലാവരും എല്ലാ ഭാഗത്തും കയറി, കൂടെ പഠിച്ചവരൊക്കെ പല പല ഉപരിപഠനത്തിന് കയറി. അപ്പോഴും എനിക്കൊന്നും ആയില്ല. മുൻപോട്ട് എന്ത് ചെയ്യണം, എനിക്കൊന്നും ആയില്ലല്ലോ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിസൾട്ടും വന്നിട്ടില്ല, വേറൊരു കോഴ്സിനാണ് അപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പം മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ട്. ഞാൻ കൊച്ചിലെ തൊട്ട് ഗായക സംഘത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഒരു സമയമാകുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ നിൻ്റെ മുന്നിൽ ഒരു വേല ചെയ്തുകൊണ്ടിരുന്നവളല്ലേ ഞാൻ, അപ്പം എനിക്കിപ്പോൾ എന്ത് കോഴ്സ് എടുക്കണം, അല്ലെ എങ്ങോട്ട് തിരിയണം എന്നറിയാതെ ഞാൻ വിഷമിക്കുന്ന സമയത്ത് എനിക്കൊരു മാർഗം, എനിക്ക് മുന്നോട്ട് എന്താ നീ കാണിച്ചു തരാത്തെ എന്നുള്ളത് പരാതികളായി മാറി. ഞാനപ്പം വീട്ടിൽ ആരുമില്ലാഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ചരലെടുത്ത് പെറുക്കി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇട്ടിട്ട് ഞാൻ മുട്ടുകുത്തി കൈവിരിച്ച് കരഞ്ഞൊരു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ ഞാൻ നിൻ്റെ മുൻപിൽ ഇത്രയും നാൾ ഞാൻ പാടി നിനക്ക് വേണ്ടി ഗാനം ആലപിച്ചവളാണ്, എനിക്കൊരു വഴി കണ്ടെത്തണം. അതേസമയം എൻ്റെ അമ്മ അന്ന് രാത്രി എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ നിനക്കൊരു വഴി കാണിച്ചു തരും, നീ അതുകൊണ്ട് ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, നിനക്കൊരു വഴി, മാതാവ് തരുന്ന വഴി ഒരിക്കലും നിനക്ക് മോശമായിരിക്കില്ല, നിനക്ക് വേണ്ടത് വഴി മാതാവ് നിനക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അപ്പോഴും എനിക്കറിയത്തില്ല ആർമി വേണോ MHA വേണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശേഷം ടോസ് ഇട്ടാണ് എനിക്കറിയത്തില്ല ഇത് എത്ര പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു പേപ്പർ എടുത്ത് ഒരു സൈഡിൽ MHA ഒരു സൈഡ് ആർമി എന്ന് എഴുതി. അങ്ങനെ ഞാൻ ടോസ് ഇട്ടപ്പോൾ 3 തവണയും എനിക്ക് MHA എന്നുള്ള കോഴ്സാണ് വീണേ. ഈ ടോസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ആർമിയുടെ ഇതിനകത്തുനിന്ന് നോട്ടിഫിക്കേഷൻ വന്നു, എൻ്റെ ആർമിയുടെ ഇത് ക്യാൻസലായി, ഞാനതിന് എലിജിബിൾ അല്ല എന്നുള്ള രീതിയിൽ ആ നിമിഷ നേരം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ അവസാനം ഞാൻ MHAക്ക് അപ്ലൈ ചെയ്തു. MHAക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയി അപ്ലൈ ചെയ്തു. അവസാനം അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പോഴും അമ്മ നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ ഒരു കുഞ്ഞൊരു വഴി കാണിച്ചു കൊടുക്കണം, അവൾക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അമ്മേ നീ അവൾക്കൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് അവിടെ അത്രയും വലിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും ആദ്യത്തെ ഒരു 1.5 മാസം എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു കൊച്ചാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുൾ ഇംഗ്ലീഷ്, കന്നഡ, ഒന്നും പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ആദ്യത്തെ ഒരു കുറച്ച് സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനേക്കാട്ടിലും ഉപരി കാണാതെ പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ 1.5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മേനെ വിളിച്ച് പറയും, അമ്മ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കോഴ്സ് നിർത്തിയിട്ട് ഞാൻ തിരിച്ച് പോരട്ടെ, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മ പറയും, നീ വിഷമിക്കേണ്ട, അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും, അമ്മ നിന്നെ കൂടെ ഉണ്ടാകും, നിന്നെ ചേർത്ത് പിടിക്കും, നീ സങ്കടപ്പെടേണ്ട. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ മുൻപിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമായി ആദ്യത്തെ ഒരു സെമ്മ് ബിയും B+ഓടെയും കൂടി പാസ്സായ ഞാൻ അവസാനം അവിടുന്ന് പഠിച്ചിറങ്ങിയത് ഡിസ്റ്റിങ്ഷനോടെയാണ്. അങ്ങനെ ഞാൻ അവിടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അടുത്ത എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി, ഇനി ജോലിക്ക് എവിടെ പോകും, എന്ത് ചെയ്യും, ഏത് ജോലി തപ്പണം, അവിടെ തന്നെ നോക്കണോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കണോ, ശമ്പളം കുറവായിരിക്കുമോ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്ന അതേ കോളേജിൽ സെൻറ്റ് ജോൺസിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ, ഞാൻ ചെയ്തിരുന്ന ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ മാനേജർ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഇവിടെ വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നോ, നിൻ്റെ വർക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നീ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്ലൈ ചെയ്തിട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതേ തുടർന്ന് ഞാൻ അവിടെ തന്നെ 3 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അവിടെ അതെല്ലാം ഇപ്പോൾ പിന്നീട് മുന്നോട്ട് ഞാനിപ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും മാതാവ് എന്നെ ഇതിനെല്ലാം ഒരുക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്നെല്ലാം എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു ഉടമ്പടിക്കാട്ടെ എടുക്കുകയാട്ടെ വന്നു പോകുന്നു പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് ശേഷം അമ്മ പറഞ്ഞു, ജോലി ആയെങ്കിലും ഒരു വിദേശത്ത് ഒരു ജോലി, എൻ്റെ സാമ്പത്തിക സമ്മർദ്ദം എല്ലാം കാരണം ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുണ്ട്, ഒരു വിദേശത്ത് ഒരു ജോലി എനിക്ക് എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് അമ്മ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ അതേ തുടർന്ന് അമ്മയോട് പറഞ്ഞു, ശരി ഞാൻ പ്രാർത്ഥിക്കുന്നതല്ല, നീ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നീ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്, ഞാനല്ല, നീയും വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഇവിടെ കൃപാസനം എന്ന് പറയുമ്പോൾ വരും പ്രാർത്ഥിക്കുകയും പോകുന്നല്ലാതെ എനിക്ക് ആ ഒരു വിശ്വാസം, ഈ പ്രായത്തിലുള്ളവർക്കറിയാം, ഇതേ ഒരു ചോരത്തിളപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ഓക്കെ, പത്രവിതരണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നൊരു സമയം കണ്ടു. ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എപ്പോഴും ചിന്തിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, എന്തിനാ ഈ പത്രവിതരണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ 2024 അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ്. ഒന്നാമത്തെ കാര്യം, രാവിലെ എഴുന്നേൽക്കണമല്ലോ, ഉറക്കം പോകണമല്ലോ, ജോലിക്ക് പോകണമല്ലോ, ഉറക്കം പോകില്ലോ എന്നൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അങ്ങനെ 2024 ഉടമ്പടിക്ക് ഞാൻ വന്നു. അവസാനം ക്ലാസ്സൊക്കെ കൂടിയപ്പോൾ എനിക്കിഷ്ടമായി, പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത പതുക്കെ വരാൻ തുടങ്ങി. ഇങ്ങനെ നടന്നാൽ പോരാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പം എനിക്ക് പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഉടമ്പടി നിയോഗത്തിനകത്ത് ഞാൻ ആദ്യത്തേത് ആത്മീയ വിശുദ്ധിക്കും ആത്മീയമായ വളർച്ചയ്ക്കും പ്രാർത്ഥനയ്ക്കും എഴുതിയെങ്കിലും രണ്ടാമത് ഞാൻ ആദ്യം എഴുതിയത് എനിക്ക് നല്ലൊരു വിദേശത്ത് നല്ലൊരു ജോലിക്കുള്ളൊരു മാർഗം കണ്ടെത്തി തരണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതേ തുടർന്ന് ഒക്ടോബർ ആയപ്പോഴത്തേക്കും എനിക്ക് വിദേശത്ത് സൗദിയിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതും ഞാൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയാം, വിദേശത്ത് ഒരു ജോലി ലഭിക്കണമെങ്കിൽ എന്തൊക്കെ പരീക്ഷകൾ എഴുതണം, എന്തൊക്കെ കടമ്പകൾ കടക്കണം. ഞാനൊരു പരീക്ഷ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഒരു CV ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാതെ മൂന്നാമതൊരാളിലൂടെ അമ്മ മാതാവ് എനിക്കൊരു വഴി കണ്ടെത്തി തന്നു. അങ്ങനെ ഞാനൊരു ആശുപത്രിയിലോട്ട് കോൺടാക്റ്റ് ചെയ്തു. ആ കോൺടാക്റ്റിലൂടെ അത് കഴിഞ്ഞതിന് ശേഷം അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏകദേശം 6-7 മാസത്തോളം എനിക്ക് ഡിലേ വന്നു. അപ്പം എൻ്റെ ഉടമ്പടി തീർന്ന സമയമായിരുന്നു. പക്ഷേ ഞാൻ കർണാടകയിൽ ബാംഗ്ലൂരിലായത് കാരണം എനിക്ക് വരാനോ ഉടമ്പടി പുതുക്കാനോ എപ്പോഴൊന്നും പറ്റില്ല. പിന്നെ വന്നപ്പോൾ ഫുൾ തടസ്സങ്ങളായി. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉടമ്പടി പുതുക്കാനും പറ്റുന്നില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പതുക്കെ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ അവസരങ്ങൾ പോലും എനിക്ക് താമസങ്ങളും തടസ്സങ്ങളുമായി തുടങ്ങി. അങ്ങനെ കാരണം അവിടെ ജോലിക്ക് നിന്ന സമയത്തൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, സൗദിയിൽ വന്നതല്ലേ, പിന്നെ എന്താ പോകാൻ പറ്റാഞ്ഞേ. നമുക്ക് അതടുത്തൊരു മാനസിക സമ്മർദ്ദമായി. കാരണം നമ്മൾ അങ്ങനെ നിന്നിട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അയ്യോ അവൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. അവസാനമായപ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും എനിക്കിനി മുന്നോട്ടൊന്നുമില്ല, ഇത് പോകാൻ പറ്റുന്നില്ല, എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ വീട് എനിക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഞാൻ മാതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോയി പള്ളിയിൽ ചില സമയത്ത് ഇരുന്ന് കരയും. പ്രാർത്ഥനകൾ ആ സമയത്ത് വരില്ല, പക്ഷേ കണ്ണുനീര് ചില സമയത്ത് എൻ്റെ പ്രാർത്ഥനകളായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പം അവസാനം ഞാൻ ഉടമ്പടി രണ്ടും കൽപ്പിച്ച് എനിക്ക് പ്രാർത്ഥിച്ചേ മതിയാവൂ, ഇനി പഴയ ലൈഫ് എനിക്ക് വേണം, അതുപോലെ എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം, ഇനി ഉടമ്പടി ഉഴപ്പാതാണെങ്കിലും എനിക്ക് വീണ്ടും തുടർന്ന് അമ്മ മാതാവിനോട് സ്നേഹിക്കണം, അമ്മയുടെ തണലിൽ തന്നെ ആയിരിക്കണം എന്നുള്ള വാശിയോടുകൂടി ഏപ്രിൽ ഈ കഴിഞ്ഞ 2026 ഏപ്രിൽ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും പുതുക്കി. രണ്ടാമത്തെ തവണ ഞാൻ പുതുക്കി. അതിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം, എൻ്റെ ഈ തടസ്സങ്ങൾ, എനിക്ക് സൗദിയിൽ ജോലി ലഭിച്ചിട്ടും ഒരു 6 മാസക്കാലം എനിക്ക് പേപ്പറുകളൊന്നും വരുന്നില്ല. പേപ്പറുകൾ വരാതെ തടസ്സങ്ങൾ മാറി മെയ് 30 എന്നുള്ളൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എനിക്ക് മെയ് 30 മുന്നേ എനിക്ക് ഈ പോകാനുള്ള മാർഗങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ നിൻ്റെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്ന് എഴുതി പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് കിട്ടാതെ കടന്നിരുന്ന പേപ്പറുകളെല്ലാം എനിക്ക് പതുക്കെ ശരിയായി തുടങ്ങി. പ്രാർത്ഥിക്കാൻ എന്ന് ഞാൻ ആരംഭിച്ചു അന്ന് തൊട്ട് എൻ്റെ പ്രാർത്ഥനകൾ, എന്ന് ഞാൻ ഉറക്കെ അമ്മയുടെ മുന്നിൽ കരഞ്ഞു അന്ന് തൊട്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാകാൻ തുടങ്ങി. മെയ് 30 എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മെയ് 7-ാം തീയതി ഞാൻ മെഡിക്കൽ എടുത്തു. മെയ് 13-ാം തീയതി ഞാൻ ബയോമെട്രിക്സ് പൂർത്തിയാക്കി, എൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാം പൂർത്തിയാക്കി. മെയ് 26-ാം തീയതി എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി.
സൗദിയിലോട്ട് പോകാനുള്ള വിസ ഉൾപ്പെടെ മെയ് 20 ഞാൻ പറഞ്ഞു വെച്ച ഡേറ്റിനെക്കാട്ടിലും 4 ദിവസം മുന്നേ എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഇപ്പം ഞാൻ അടുത്ത ആഴ്ച സൗദിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 1000 നന്ദി. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ആത്മീയ വളർച്ച. പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയാണ് എല്ലാം. പ്രാർത്ഥനയിലൂടെ പല വഴികളും തുറന്ന് എനിക്ക് എവിടെ നിന്നൊക്കെയാണ് സഹായം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതെനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം വന്നത്. കാരണം ഞാൻ ഈ HRD പ്രോസസ്സ്, ഈ ഡോക്യുമെൻറ്റേഷൻ വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിയണം, എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണമെന്ന് അറിയാതെ വന്ന് അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന നിമിഷങ്ങളിൽ വഴിയെ പോകുന്നവരൊക്കെ വന്ന് ചോദിക്കും, എന്താ മോളെ ഇതിനു വേണ്ടി വന്നാണോ, എന്നത് ഇങ്ങോട്ട് പോരും, എൻ്റെ കൂടെ പോരും, ഞാൻ ചെയ്തേക്കാം, ഞാൻ ചെയ്തു തന്നേക്കാം, അതിനിപ്പോൾ എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഏതൊക്കെയോ മനുഷ്യരിലൂടെ എനിക്ക് ഇഷ്ടം പോലെ സഹായം പരിശുദ്ധ അമ്മ എനിക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ജോലിയിലാട്ടെ, ഞാൻ വന്ന വഴികളാട്ടെ, അമ്മ എന്നെ കൈ പിടിച്ച് നടത്തിയത് ഇപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വഴികളെല്ലാം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം കണ്ണുനീരോടെ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും എനിക്ക് പറയാനുള്ളത്, അത് എൻ്റെ പ്രായത്തിലുള്ള യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നമ്മുടെ ഒന്നും കണ്ണുനീര് വെറുതെയല്ല. നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളാക്കി മാറ്റുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മ മാതാവ് ഈ മണ്ണിൽ വന്ന് കാലുകുത്തിയതിന് ശേഷം എനിക്ക് അനുഗ്രഹങ്ങളല്ലാതെ വേദനകൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ കണ്ണുനീര് സന്തോഷങ്ങളായിട്ട് മാറുന്ന അതുപോലെ അമ്മ നമ്മളെ മാറ്റും. 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രോഗീ സന്ദർശനങ്ങളൊക്കെ എപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ അമ്മയും ഞങ്ങളൊക്കെ പോയിട്ട് ഒരു നേരത്തെ ആഹാരങ്ങളൊക്കെ കൊടുക്കും, പത്രവിതരണം നടത്തിയിട്ടുണ്ട്, പരിശുദ്ധ കുർബാന എപ്പോഴും കാണുമായിരുന്നു. അങ്ങനെ കാരുണ്യപ്രവർത്തികളും നിബന്ധനകളും ഞാൻ പാലിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ടിൻസി തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ തൻ്റെ ജീവിതത്തിൽ ഏതാണ് ഉചിതമായ മാർഗമെന്ന് തിരഞ്ഞെടുക്കുവാനും ആ മാർഗം പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തുകയും അതിലൂടെ തന്നെ തനിക്ക് പഠിക്കുവാനും ആ പഠന മേഖലയോട് ചേർന്നുകൊണ്ട് തന്നെ തനിക്കൊരു ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോട് ചേർന്നുകൊണ്ട്, ഉടമ്പടി പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ക്രമപ്പെടുത്തുവാനും ദീപിക സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകൾക്ക് ജീവിക്കുവാനും സാധിക്കും. ഈ മകളുടെ അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകളുടെ സാക്ഷ്യം കൂടുതലായിട്ട് വ്യക്തമാകുക. അതോട് ചേർന്നുകൊണ്ട് തൻ്റെ തന്നെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് ചേർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയിൽ കൂടുതൽ ക്രമപ്പെടുത്തുകയും ആത്മീയ ജീവിതമാണ്, പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഈ മകൾ കടന്നു വരികയും ചെയ്തു. ഇനിയും താരയ്ക്ക് മുമ്പിൽ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇനിയും തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്യപൂർവ